സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ 2 ഭാഗമായിട്ടാണ്. ഒന്നാം ഭാഗത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു അപ്ഡേറ്റ്. രണ്ടാമത്തെ ഭാഗത്തിൽ പുതിയ സംഭവവികാസങ്ങൾ, തുറമുഖത്തിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളുടെ അടിപൊളി ദൃശ്യങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് 2 വീഡിയോകളും എല്ലാ പേരും അവസാനം വരെയും കാണണം. അതുപോലെ ആദ്യമേ തന്നെ എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്കും കമൻസും ഷെയറുമെല്ലാം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മതി. ഒന്നാം ഘട്ട നിർമ്മാണത്തെപ്പറ്റി നോക്കാം. ഏകദേശം 90% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പുലിമുട്ട് നിർമ്മാണം 3 കിലോമീറ്ററോളം പൂർത്തിയായി. അടുത്ത ഫേസും കൂടിയാകുമ്പോൾ അത് 4.5 കിലോമീറ്ററായി നീളും. അന്താരാഷ്ട്ര തുറമുഖമായി പ്രവർത്തിക്കുന്നതിനുള്ള കസ്റ്റംസ് ക്ലിയറൻസും സെക്ഷൻ 7A പ്രകാരം ചരക്കുകൾ ഷിപ്പിൽ നിന്നും ഇറക്കുന്നതിനും അതുപോലെ ഷിപ്പിലേക്ക് കയറ്റുന്നതിനുമുള്ള അനുമതി ലഭിച്ചു. അതുപോലെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും ലഭിച്ചു. അതായത് ഫീഡർ ഷിപ്പുകളിൽ മറ്റു തുറമുഖങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ഇവിടെ വെച്ച് മദർ ഷിപ്പുകളിലേക്ക് കയറ്റാനും അതുപോലെ മദർ ഷിപ്പുകളിൽ ഇവിടെ വരുന്ന കണ്ടെയ്നറുകൾ ഫീഡർ ഷിപ്പുകളിലേക്ക് മാറ്റി മറ്റു തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകുന്ന പ്രക്രിയ. ഇനി ഈ പുലിമുട്ട് നിർമ്മിക്കാൻ ഏകദേശം 7 മില്യൺ, അതായത് 70 ലക്ഷം ടൺ കരിങ്കല്ലും പാറയും ഉപയോഗിച്ചു. ഈ കരിങ്കല്ലുകളും പാറകളും ബാർജിലേക്ക് കയറ്റാനുള്ള ലോഡിംഗ് പോയിന്റുകൾ കൊല്ലത്തും മുതലപ്പുഴയിലുമായിരുന്നു. ഇവിടങ്ങളിലെത്തിക്കുന്ന കരിങ്കല്ലും പാറയും ബാർജിലേക്ക് കയറ്റി വിഴിഞ്ഞത്തെ തുറമുഖ സൈറ്റിലെത്തിച്ച് കടലിൽ നിക്ഷേപിക്കുകയായിരുന്നു. 12 ബാർജുകളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഇതിനു പുറമെ ടിപ്പറുകളിൽ തുറമുഖത്ത് നേരിട്ടും കല്ലുകളും പാറകളും ടെട്രാപോഡുകളും എത്തിച്ചിട്ടുണ്ട്. പുലിമുട്ടിൻ്റെ മുകൾ ഭാഗത്തിന് 10 മീറ്ററോളം വീതിയുണ്ടെങ്കിൽ താഴെ കടലിൻ്റെ അടിത്തട്ടിൽ 100 മുതൽ 120 മീറ്റർ വരെ വീതി വരും. എനിക്ക് തോന്നുന്നു പുലിമുട്ടിൽ നിന്നും പുറംകടലിലേക്ക് തള്ളി നിൽക്കുന്ന വിധമായിരിക്കും കടലിൻ്റെ അടിത്തട്ടിൽ കല്ലുകൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം പുലിമുട്ടിൻ്റെ ഉൾഭാഗത്ത് കപ്പലുകൾക്ക് പ്രവേശിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് പുലിമുട്ടിനകത്ത് കല്ലുകൾ നിക്ഷേപിച്ചിരിക്കാൻ സാധ്യതയില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടിപ്പർ ഈ മരത്തിനപ്പുറം യാർഡിലെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രെയിലർ ട്രക്കുകൾ കാണാം. ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഹാർബർ ക്രെയിൻ സ്പ്രെഡർ ആണ്. അതായത് കണ്ടെയ്നറിൻ്റെ നീളമനുസരിച്ച് സ്പ്രെഡറിൻ്റെ നീളം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. 20 TEU 40 TEU കണ്ടെയ്നറുകളാണല്ലോ സാധാരണ ഉപയോഗത്തിലിരിക്കുന്നത്. ഈ സ്പ്രെഡർ കണ്ടെയ്നറിന് മുകളിൽ ലോക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് കണ്ടെയ്നറിനെ ഉയർത്തുന്നത്. ഈ മഞ്ഞ വീലാണ് കാൻഡിലിവർ. CRMG യാർഡ് ക്രെയിനുകൾ റെയിലിലൂടെയാണല്ലോ നീങ്ങുന്നത്. CRMG എന്നാൽ കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി ക്രെയിൻ എന്നാണ്. ക്രെയിനിന് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ. ക്രെയിനിന് മുകളിലെ കൈവരി കണ്ടോ? ഈ കൈവരികൾക്കിടയിലൂടെ സുരക്ഷിതമായി നടക്കാം.
നിരീക്ഷണത്തിനും മെയിൻ്റനൻസിനും വേണ്ടിയുള്ളതാണ്. STS ക്രെയിനിൻ്റെ സ്റ്റെപ്പാണ് ഇപ്പോൾ കാണുന്നത്. STS എന്നാൽ ഷിപ്പ് ടു ഷോർ, അതായത് കപ്പലിൽ നിന്നും കരയിലേക്കും അതുപോലെ തിരിച്ചും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ക്രെയിനുകൾ. ഈ റൂമുകൾ പോലുള്ളവയിൽ ഇരുന്നായിരിക്കും ക്രെയിനുകളെ നിയന്ത്രിക്കുന്നത്. STS ക്രെയിനിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. ഇവിടെയും കയറി ചെല്ലാൻ സ്റ്റെപ്പുകളുണ്ട്. ലൈറ്റ്നിങ് അറസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രെയിനിൻ്റെ ബോ ഉയർത്തുന്നതിനുള്ള യന്ത്രഭാഗങ്ങളും ഇവിടെയുണ്ട്. വിമാനങ്ങൾക്കും മറ്റുമുള്ള വാണിംഗ് ലൈറ്റും ഇവിടെയുണ്ട്. ഇവയുടെ എല്ലാം മെയിൻ്റനൻസ് നടത്താൻ ഇവിടേക്ക് കയറി ചെല്ലാൻ പറ്റണമല്ലോ. പോർട്ടിന് പുറത്ത് പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രൊക്ലൈൻ. യാർഡ് ക്രെയിനുകളുടെ പരമാവധി ശേഷി 41 ടണ്ണാണ്. STS ക്രെയിനുകളുടേത് 75 ടണ്ണും. നിരയായി കിടക്കുന്ന STS ക്രെയിനുകളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ. എന്തൊരു ഭീമാകാരൻ സ്ട്രക്ചറാണെന്ന് നോക്കുക. ഇതിൻ്റെയൊക്കെ നിർമ്മാണം അഥവാ ഫാബ്രിക്കേഷൻ എങ്ങനെയാണെന്നും കൂടി ചിന്തിച്ചു നോക്കുക. STS ക്രെയിനിൻ്റെ ബോ എന്ന ഭാഗമാണിത്. യാർഡിന് വെളിയിലേക്ക് അല്ലെങ്കിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന് മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം. ഇവിടെയും കൈവരിയുണ്ട്, നടന്നു വരാൻ പറ്റും. ചൈനയിലെ ZPMC എന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രെയിൻ അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മാതാക്കളാണ് ഇവർ. ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത്. ഷാൻഹായ് ഷെൻഹുവ ഹെവി ഇൻഡസ്ട്രീസ് കമ്പനി ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഷെൻഹുവ സീരീസിലുള്ള കപ്പലുകളും ഈ കമ്പനിയുടേതാണ്. ആ പാറക്കെട്ടുകൾക്കും മരങ്ങൾക്കും അപ്പുറമാണ് ആഴിമല ക്ഷേത്രം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം കോട്ടപ്പുറം എന്ന സ്ഥലത്താണ്. ഞാൻ നിൽക്കുന്നതിനടുത്താണ് അവർ ലേഡി ഓഫ് സീ വോയേജ് എന്ന സിന്ധു യാത്രാമാത ചർച്ച്. നിർമ്മാണത്തിനുള്ള പാറകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ക്രഷർ യൂണിറ്റും കാണാം. ആ ബിൽഡിങ്ങിനോട് ചേർന്ന് പച്ചയും ചുവപ്പും നിറത്തിൽ കാണുന്നവ ബോയുകളാണ്. കപ്പൽച്ചാൽ അടയാളപ്പെടുത്തുന്നതിനും കടൽക്ഷോഭം, സുനാമി എന്നിവയുടെ ഏർലി വാണിംഗ് കിട്ടുന്നതിനും ബോയുകൾ ഉപയോഗിക്കുന്നു. വാണിംഗ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന ബോയുകൾ ചിലപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബന്ധം വരെ ഉള്ളവയാണ്. ഈ കാണുന്ന ഭാഗം കടൽ വെള്ളത്തിന് മുകളിൽ കാണുന്നതാണ്. എന്നാൽ ഇവയെ കടലിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചിരിക്കും. ഒഴുകി സ്ഥാനം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണത്. ഈ കാണുന്നത് കടൽ വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബോയുവാണ്. നേരത്തെ കണ്ട മോഡലല്ല, ചെറുതാണ്. മുകളിൽ വാണിംഗ് ലൈറ്റുമുണ്ട്. യാർഡിലെ വാച്ച് ടവറുകളിൽ ഒന്ന്. ടവറിൽ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു.
താഴെ കാണുന്ന മഞ്ഞ യന്ത്രഭാഗമാണ് യാർഡ് ക്രെയിനിൻ്റെ ട്രാക്ഷൻ മോട്ടോർ. ട്രെയിനിലെ എഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന വീലും മോട്ടറും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഭാഗത്തെ ട്രാക്ഷൻ മോട്ടോർ എന്നാണ് പറയപ്പെടുന്നത്. ട്രെയിനിനെ പോലെ യാർഡ് ക്രെയിനുകളും റെയിലിലൂടെയാണല്ലോ നീങ്ങുന്നത്. പച്ച നിറത്തിലൊരു മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നതും കാണാം. പുലിമുട്ടിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാർജുകൾ ഒരു സ്പ്ലിറ്റ് ബാർജും ഒരു ഡെക്ക് ബാർജുമാണ്. ചുവപ്പ് സ്പ്ലിറ്റ് ബാർജ്, പിന്നെ 2 ടഗുകളെയും കാണാം. സ്പ്ലിറ്റ് ബാർജിൻ്റെ പിൻഭാഗം കണ്ടോ? വശങ്ങളിലേക്ക് ഓപ്പൺ ആകുന്ന വിധമാണ്. അടിവശവും ഓപ്പൺ ആകും. പാറയും മണ്ണും മറ്റും ലോഡിംഗ് പോയിന്റിൽ നിന്നും ലോഡ് ചെയ്ത ശേഷം പിന്നീട് നിക്ഷേപിക്കേണ്ട ഭാഗത്തെത്തുമ്പോൾ അടിവശം തുറന്നു കൊടുക്കും. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ബാർജ് കടലിൽ പാറയും മറ്റും നിക്ഷേപിക്കുന്നത്. ഇത് ഡെക്ക് ബാർജ്. പാറയും മറ്റും ലോഡ് ചെയ്യുക മാത്രമല്ല, ക്രെയിനും പ്രൊക്ലൈനും മറ്റും ഇതിൻ്റെ ഡെക്കിൽ സ്ഥാപിക്കാം. കടലിൽ ഒരു ഫ്ലോട്ടിംഗ് ക്രെയിനായും പ്രൊക്ലൈനായും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു മത്സ്യബന്ധന ബോട്ട്, പിറകിൽ ഒരു മഞ്ഞ ബോയിയും കാണാം. സെന്റ് ആന്റണി എന്നാണ് ബോട്ടിന്റെ പേര്. കരയിൽ കയറ്റി വെച്ചിരിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾ. ഫിഷിംഗ് ഹാർബർ മുന്നിൽ കാണുന്ന കടലിന്റെ വലതുഭാഗത്തായാണ്. പുലിമുട്ടിൽ നിന്നും കരയിലേക്ക് വരുന്ന ടിപ്പർ. പിന്നിൽ വലിയ ടാറ്റ ഹിറ്റാച്ചി പ്രൊക്ലൈനുകളെ കാണാം. മറ്റൊരു ബോയുകൾക്ക് കളർ കോഡുണ്ട്. പുറകിലൂടെ ഒരു ഫിഷിംഗ് ബോട്ട് കടന്നു പോകുന്നു. പുലിമുട്ടിലേക്ക് പോകുന്നതും പുലിമുട്ടിൽ നിന്ന് തിരികെ വരുന്നതുമായ ടിപ്പറുകൾ. പണികൾ ഇപ്പോഴും തകൃതിയായി തന്നെ നടക്കുന്നു. പലതരം പ്രൊക്ലൈനുകളെയും ക്രെയിനിനെയും കാണാം. പുലിമുട്ടിൽ ഒരു സൈറ്റ് ഓഫീസും ഒരു ആംബുലൻസും കാണാം. പുലിമുട്ടിൻ്റെ നീളത്തെയും വീതിയെയും ആഴത്തെയും നിർമ്മാണ രീതിയെ പറ്റിയുമെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. സ്പ്ലിറ്റ് ബാർജ് പലപ്പോഴും ഈ ലോഡിംഗ് പോയിന്റിൽ നിന്നും കല്ലും മറ്റും ലോഡ് ചെയ്യാറുണ്ട്. 2 ലോഡിംഗ് പോയിന്റുകളുണ്ട് ഇവിടെ. പുലിമുട്ടിൻ്റെ മുകൾ ഭാഗം ഈ കാണുന്ന പോലെ കോൺക്രീറ്റ് ചെയ്ത് കൈവരി നിർമ്മിച്ച് ടാർ ചെയ്ത് റോഡ് പോലെ ആക്കി മാറ്റുമായിരിക്കും. എന്നാലല്ലേ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. മലിനജലത്തിൽ ഭക്ഷണം തേടുന്ന കൊക്കുകൾ ദയനീയ കാഴ്ചയാണ്. അവയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. രണ്ട് കോൺക്രീറ്റ് മിക്സറുകൾ പുലിമുട്ടിലേക്ക് നീങ്ങുന്നു. എട്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ തല ഉയർത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ
കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ക്ലബിലേക്കുള്ള എൻട്രിയാണല്ലോ ഈ ക്രെയിനുകളും പോർട്ടും. CMRG-C01 എന്ന യാർഡ് ക്രെയിൻ നീങ്ങിത്തുടങ്ങി. ജൂൺ അവസാനം ട്രയൽ റൺ തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമാണോ ഈ ക്രെയിനുകളുടെ മൂവ്മെൻറ്റ്, അതോ ഓപ്പറേറ്റേഴ്സിനുള്ള പ്രാക്ടീസാണോ എന്നറിയില്ല. A, B, C, D, E എന്നിങ്ങനെ 5 നിര റെയിലുകൾക്ക് മുകളിലായാണ് യാർഡ് ക്രെയിനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. A എന്ന ആദ്യത്തെ, അതായത് STS ക്രെയിനുകൾക്ക് തൊട്ടു പിറകിലുള്ള റെയിൽ നിരയിൽ 4 യാർഡ് ക്രെയിനുകളും ബാക്കി 4 നിരകളിലായി 5 വീതം യാർഡ് ക്രെയിനുകളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റത്ത് കാണുന്ന ഓറഞ്ച് കളർ പൈപ്പുകൾ തുറമുഖത്തിൻ്റെ ആദ്യഘട്ട ഡ്രെഡ്ജിംഗ് നടന്ന സമയത്ത് കടലിൽ നിന്നും നീക്കം ചെയ്ത മണലും കല്ലുകളും പമ്പ് ചെയ്ത് കരയിൽ എത്തിക്കാൻ ഉപയോഗിച്ചവയാണ്. ഫ്ലോട്ടിംഗ് ടൈപ്പ് പൈപ്പുകളാണവ. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പട്രോൾ ബോട്ട്. A1 എന്ന യാർഡ് ക്രെയിൻ നീങ്ങിത്തുടങ്ങി. ക്യാൻഡിലിവർ കറങ്ങുന്നതും കാണാം. ക്യാൻഡിലിവറിനെ ഉരുക്കുവടം ഉപയോഗിച്ച് ട്രാക്ഷൻ മോട്ടറുമായി കണക്ട് ചെയ്താണ് ട്രെയിനുകൾ വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 2ാം ഭാഗത്തിൽ ക്രെയിനുകളുടെ പ്രവർത്തന ദൃശ്യങ്ങളും പുതിയ സംഭവവികാസങ്ങളും പോർട്ടിന് മുകളിലൂടെ എയർപോർട്ട് ലക്ഷ്യമാക്കി പോകുന്ന വിമാനങ്ങളുടെയും മനോഹര ദൃശ്യങ്ങളാണ് ഉള്ളത്. നാളത്തേക്ക് തന്നെ 2ാം ഭാഗവും ഷെഡ്യൂൾ ചെയ്യുകയാണ്. മറക്കാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സന്ദർശിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.